ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഒരു കലാകാരി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ നൃത്തവിദ്യാലയം നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഈ വരുന്ന സെപ്റ്റംബർ 13 ബേബി ജോൺ ഷഷ്ഠ്യബ്ദി പൂർത്തി മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ കലാജീവിതത്തിന് തുടക്കം മുതൽ ഇതുവരെ എല്ലാ പ്രോത്സാഹനങ്ങളും സ്നേഹവും സപ്പോർട്ടും ഒക്കെ തരുന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 13 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ബേബി ജോൺ ഷഷ്ഠ്യബ്ദി പൂർത്തി മെമ്മോറിയൽ ഹാളിൽ വെച്ചാണ് ഫങ്ഷൻസ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ സുഹൃത്തുക്കളെ, സുപ്രസിദ്ധ സിനിമ സീരിയൽ താരം, കേരളത്തിലെ അറിയപ്പെടുന്ന നർത്തകി കൂടിയായ മലയാളക്കരയുടെ അഭിമാനമായ അമ്പിളി ദേവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി, കാൽനൂറ്റാണ്ട് കാലമായി ചവറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്, നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ പരിസമാപ്തി, ഒരു വർഷക്കാലം നീണ്ടുനിന്ന പരിപാടികളുടെ പരിസമാപ്തി സെപ്റ്റംബർ മാസം 13 നൃത്തോത്സവം 2025 എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുകയാണ്. നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിലൂടെ കലാരംഗത്തും നൃത്ത മേഖലയിലും അതുപോലെ നിരവധി സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി അതുല്യ പ്രതിഭകളെ കലാലോകത്തിന് സംഭാവന ചെയ്യാൻ നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അമ്പിളി ദേവിയുടെ നേതൃത്വത്തിലുള്ള ശിക്ഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയുന്നതാണ്. ഇപ്പോൾ സാംസ്കാരിക കേരളത്തിന്, കലാകേരളത്തിന് നിരവധി കലാപ്രതിഭകളെ സംഭാവന നൽകുന്നതിൽ ഈ സ്കൂൾ വഹിച്ചിട്ടുള്ള പങ്ക് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ അഭിമാനകരമായ 2.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അനുസ്മരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ജൂബിലി ആഘോഷ പരിപാടികൾ, ഒരു വർഷക്കാലം നീണ്ടുനിന്ന പരിപാടികൾ സെപ്റ്റംബർ മാസം 13 സമാപിക്കുമ്പോൾ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ, അതിലേറെ അഭിമാനബോധത്തോടുകൂടി നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന് വർദ്ധിതമായ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന, അതിന് പ്രചോദനം നൽകുന്നതായി ഒരു വർഷക്കാലം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷ പരിപാടികൾ മാറിത്തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരിക്കൽ കൂടി കലാകേരളത്തിന് നിരവധി കലാതാരങ്ങളെ, കലാപ്രതിഭകളെ സംഭാവന ചെയ്ത ഈ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ, നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. സെപ്റ്റംബർ 13 നടക്കുന്ന സമാപന പരിപാടികൾ, നൃത്തോത്സവം 2025 വൻപിച്ച വിജയമായി മാറട്ടെ എന്നുകൂടി പ്രത്യേകം പ്രത്യാശിക്കുന്നു. എല്ലാവിധമായ വിജയാശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഗിരിജ ചന്ദ്രൻ, റിഗാറ്റ നാട്യ സംഗീത കേന്ദ്രയുടെ ഡയറക്ടറാണ്. ഈ സ്ഥാപനത്തിന് 53 വയസ്സായി. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് അമ്പിളി ദേവിയുടെ ഗുരു എന്ന നിലയിലാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തിരുവനന്തപുരത്ത് എൻ്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിക്കുവാൻ വന്നതാണ് അമ്പിളി. 2 വർഷത്തിനകം തന്നെ നൃത്തത്തിൻ്റെ ഏകദേശമുള്ള വശങ്ങളൊക്കെ വളരെ നന്നായി സ്വായത്തമാക്കിയ ശേഷം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകം ആകുവാൻ അമ്പിളിക്ക് സാധിച്ചു. വളരെയധികം കഠിന അധ്വാനവും ശ്രമവും ഒക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് മനസ്സിൽ തീരുമാനമെടുക്കുവാൻ സാധിച്ചു, അമ്പിളി എന്തായാലും നൃത്തലോകത്ത് തീർച്ചയായിട്ടും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കും എന്നുള്ളത്.
ആ മത്സരത്തിനൊക്കെ ശേഷം വളരെ ചിട്ടയായി നൃത്തം അഭ്യസിച്ച് തിരുവനന്തപുരത്ത് വച്ച് വളരെ വിജയകരമായി ഒരു രംഗപ്രവേശം നടത്തുകയുണ്ടായി. അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാ കലാകാരന്മാരും അമ്പിളിയുടെ നൃത്തപാടവത്തെ ആവോളം പ്രശംസിക്കുകയുണ്ടായി. അതിനുശേഷം അമ്പിളി അഭിനയ രംഗത്തേക്ക് തൻ്റെ ചുവടുറപ്പിച്ചു. പക്ഷേ അതോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി, നൃത്തത്തെ സ്നേഹിച്ചിരുന്ന അമ്പിളി ഒരു നൃത്യോദയ എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങി. ഇന്ന് അതിൻ്റെ 25ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ശിഷ്യരെ കിട്ടുന്നതാണ് ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ളത്. ആ നിലയിൽ അമ്പിളിയെപ്പോലെ അനേകം പ്രശസ്തരായ നർത്തകർ റിഗാറ്റയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ഈ നൃത്യോദയയുടെ വാർഷിക ആഘോഷങ്ങൾ ഇനിയും സുവർണ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒക്കെ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് എൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ കൂടെ ഞാൻ മനസ്സു നിറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു ആഘോഷം ഒരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ചവറയിൽ ജനിച്ചു വളർന്ന് നൃത്തത്തിൽ ആദ്യാക്ഷരം കുറിച്ച് വളരെ നല്ല ഒരു കലാകാരിയായി സംസ്ഥാന തലത്തിൽ കലോത്സവത്തിൽ കലാതിലകം വരെ നേടി ആ നൃത്തം അത് പ്രൊഫഷനായി സ്വീകരിച്ച പ്രിയപ്പെട്ട അമ്പിളി ദേവി ഇന്ന് നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൽ അത് തുടങ്ങിയിട്ട് 25 വർഷം പൂർത്തീകരിക്കുകയാണ്. കാലം അത്രയും നമ്മുടെ സമൂഹത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന നിരവധി നർത്തകരെയും കലാകാരന്മാരെയും വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനത്തിനായിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ അറിയപ്പെടുന്ന ഒരു കലാകാരിയായി അമ്പിളി ദേവി ഉയർന്നപ്പോഴും നമ്മുടെ നാടിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നൃത്യോദയ ചവറയിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. നൃത്യോദയയ്ക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നാട്ടിൽ ഈ അടുത്തിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരിയാണ് അമ്പിളി ദേവി. അമ്പിളി ദേവി വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റുകയും നൃത്തമേഖലയിൽ ഒരുപാട് ശിഷ്യ കൂട്ടങ്ങളെ സമ്മാനിക്കുകയും അവരൊക്കെ ഇന്ന് പ്രശസ്തിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്ന് സന്തോഷത്തോട് ഓർക്കുകയാണ്. നൃത്യോദയ എന്ന ഒരു സംരംഭം അമ്പിളി ദേവിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചാണ്. ഇന്ന് അതിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ സമാപനത്തിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥാപനം രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികളെയാണ് അമ്പിളി ദേവിയുടെ ശിഷ്യപ്പെട്ട് പഠിച്ച് മിടുക്കരായി ഈ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനു അവറുകളാണ് അവിടുത്തെ PTA പ്രസിഡന്റ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരി നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ കുട്ടികൾക്കും ആ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം. നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിനെല്ലാ ആശംസകളും നേരുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ സ്ഥാപനം നാടിൻ്റെ ആകെ അംഗീകാരം ലഭിച്ചുകൊണ്ട് വളർന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് അമ്പിളി ദേവിക്ക് കലാതിലകം കിട്ടിയ സാഹചര്യം. അത് നമ്മുടെ നാടിനാകെ അഭിമാനമായി ആ കുട്ടി മാറുകയായിരുന്നു. ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു നർത്തകിയായും നൃത്ത കലയെ തന്നെ പോപ്പുലറാക്കാൻ വേണ്ടി അവർ നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് നൃത്യോദയ ഡാൻസ് സ്കൂൾ. തുടർന്നും വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചവറയുടെ പ്രിയപ്പെട്ട കലാകാരി ശ്രീമതി അമ്പിളി ദേവി
ചവറയിൽ ജനിച്ചു വളർന്ന് 2001 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലക പട്ടം കരസ്ഥമാക്കി ചവറയിൽ തന്നെ സ്വന്തം കഴിവിൽ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്സ് എന്ന സ്ഥാപനം സ്ഥാപിക്കുകയും അതിലൂടെ വളർന്നു വന്ന് നിരവധി കലാകാരന്മാരെ കേരളത്തിന് തന്നെ സംഭാവന ചെയ്ത പ്രിയപ്പെട്ട അമ്പിളി ദേവിയുടെ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്സ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ 25ാം വാർഷികാഘോഷം നടക്കുന്ന ഈ വേളയിൽ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്സിൻ്റെ PTA കമ്മിറ്റിക്ക് വേണ്ടി PTA കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ നൽകിയ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ യദുകൃഷ്ണൻ. എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട അമ്പിളി ദേവിയുടെ ശിക്ഷണത്തിലുള്ള സ്ഥാപനമായ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ 25ാമത് വാർഷികമാണ് ഈ വരുന്ന 13-ാം തീയതി. ഈ വാർഷികാഘോഷ വേളയിൽ അതിൽ പങ്കെടുക്കാനായി ഞാനും വരുന്നു, നിങ്ങളും ഉണ്ടാവണം അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിൽ കാണാം. താങ്ക് യു. ഹായ്, ഞാൻ സനുരാജ്. ഈ വരുന്ന സെപ്റ്റംബർ 13 നമ്മൾ അമ്പിളി ചേച്ചിയുടെ നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ 25th സിൽവർ ജൂബിലി സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരുപാട് വർഷം ചേച്ചിക്ക് ഇത് നല്ല രീതിയിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു. ചേച്ചി, ഓൾ ദ ബെസ്റ്റ്. ബൈ. ഹായ്, ഞാൻ തനുജ് മേനൻ. സോ ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതി അമ്പിളി ചേച്ചിയുടെ നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ 25th സിൽവർ ജൂബിലി ആനിവേഴ്സറി ആണ്. സോ എൻ്റെ എല്ലാവിധ വിഷസും ചേച്ചിക്ക്. ആൻഡ് ഇത് സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മായ കൃഷ്ണയാണ്. സെപ്റ്റംബർ 13 നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലാകാരി അമ്പിളി ദേവിയുടെ നൃത്യോദയ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ 25ാം വാർഷികമാണ്. ഇനിയും ഈ സ്ഥാപനം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഇതിലൂടെ നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും വളർന്നു വരട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്പിളിക്കുട്ടന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ കൊല്ലം സിറാജ്. സുപ്രസിദ്ധ ചലച്ചിത്ര സീരിയൽ താരം ശ്രീമതി അമ്പിളി ദേവിയുടെ നേതൃത്വത്തിൽ ചവറയിൽ പ്രവർത്തിക്കുന്ന നൃത്യോദയ ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളിൻ്റെ 25ാം വാർഷികാഘോഷങ്ങൾ വരുന്ന 13-ാം തീയതി ആഘോഷിക്കപ്പെടുകയാണ്. അമ്പിളി ദേവിയെ മോണോ ആക്ട് പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ഗുരുവന്ദനം സ്വീകരിക്കാനും ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും ഞാനും ഉണ്ടാവും. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം, ഞാൻ നടനഭൂഷണം ചിത്രാമോഹൻ. കഴിഞ്ഞ 50 വർഷമായിട്ട് കേരള നടനം മാത്രം അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. എൻ്റെ വിദ്യാർത്ഥിനികളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അമ്പിളി ദേവി. എൻ്റെ ശ്യാമമാധവം, അതായത് പ്രഭാവർമ്മ സാറിൻ്റെ കവിത ശ്യാമമാധവം എന്ന കവിതയെ നൃത്താവിഷ്കാരം ചെയ്ത സമയത്ത് അതിലൊരു പ്രധാന ഭാഗം എടുത്തുകൊണ്ട് അമ്പിളി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ആ സ്കൂളിൻ്റെ വാർഷികം നടക്കുകയാണ്. അവരുടെ സ്കൂളിൻ്റെ വാർഷികം ഈ വരുന്ന ശനിയാഴ്ച, അതായത് സെപ്റ്റംബർ 13-ാം തീയതി അതിൻ്റെ വാർഷികം നടക്കുകയാണ്. അപ്പം അതിന് നിങ്ങളെല്ലാവരും പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനും ഉണ്ടാവും. നന്ദി, നമസ്കാരം. നമസ്തേ, ഞാൻ ബിജുല ബാലകൃഷ്ണൻ, കുച്ചിപ്പുടി നർത്തകിയും അധ്യാപികയുമാണ്. ഗുരുപത്മഭൂഷൺ ഡോക്ടർ വെമ്പട്ടി ചെന്നസത്യത്തിൻ്റെ ശിഷ്യയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതി നർത്തകിയും സിനി സീരിയൽ താരവുമായ ശ്രീമതി അമ്പിളി ദേവിയുടെ ശിക്ഷണത്തിൽ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് 25ാം സിൽവർ ജൂബിലി ആഘോഷം ബേബി ജോൺ മെമ്മോറിയൽ ഓഡിറ്റോറിയം ചവറയിൽ വെച്ച് നടത്തുന്നു. അതിലൊരു ഭാഗമാകാൻ ഞാൻ വരുന്നുണ്ട്. നിങ്ങളേവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് അഭില. ഐ എം എ പ്രൊഫഷണൽ ഭരതനാട്യം പെർഫോമർ, mentor and choreographer. I did my graduation in Kalakshetra and I did my PG in Madras University. അതേപോലെ തന്നെ നൃത്യോദയയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ശ്രീമതി അമ്പിളി ദേവിയുടെ അണ്ടറിൽ പഠിക്കാൻ കഴിഞ്ഞു. ഷീസ് മൈ ഗുരു ആൻഡ്
ഞാൻ ആദ്യമായി അമ്പിളിയേച്ചിയുടെ അടുത്ത് പഠിക്കാൻ ചെല്ലുന്നത് എൻ്റെ 11th സ്റ്റാൻഡേർഡിലായിരുന്നു. എനിക്കൊരു ബേസ് കിട്ടുന്നത് തന്നെ ആ ഒരു ടൈമിലാണ്. കലാക്ഷേത്രയിൽ പോകണമെന്നുള്ളൊരു മോട്ടിവേഷൻ തന്നത് ചേച്ചിയായിരുന്നു, ചേച്ചിയുടെ ഫാമിലി ആയിരുന്നു. ഫുൾ സപ്പോർട്ട് തന്നു എനിക്ക് കലാക്ഷേത്രയിൽ പോകാനുള്ള എല്ലാ ഹെൽപ്പും ചേച്ചിയാണ് ചെയ്തു തന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഈ ഒരു ആഘോഷത്തിൽ അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആൻഡ് എൻ്റെ എല്ലാവിധ വിശ്വസും ഞാൻ നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കഴിഞ്ഞൊരു 14 വർഷമായിട്ട് അമ്പിളി ചേച്ചിയുടെ കീഴിൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ ഒരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ വേറൊരു ഡാൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ട് എൻ്റെ ലൈഫിലെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഞാൻ അതിനെ കാണുന്നു. അവിടുന്ന് ചേച്ചിയുടെ അടുത്തേക്ക് വരാൻ തോന്നിയതും ചേച്ചിയുടെ അവിടെ വന്ന് പഠിക്കാൻ ഞാൻ വരുമ്പോൾ ഒക്കെ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ഇവിടെ എങ്ങനെയായിരിക്കും, പാടായിരിക്കുമോ പഠിക്കാൻ അങ്ങനെയൊക്കെ. പക്ഷേ ചേച്ചിയുടെ കൂടെ വന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ചേച്ചിയുടെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റി. ആദ്യമായിട്ട് പ്രോഗ്രാമിന് പോയി തൃപ്രയാർ കളിച്ചു. അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ലൊരു മെമ്മറി ആയിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും ഒരു പ്രോഗ്രാം പോലും മുടങ്ങാതെ മാക്സിമം ഞാൻ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടോ, ട്രിവാൻഡ്രത്ത് 3 വർഷം പഠിച്ചു, കാസർഗോഡ് 2 വർഷം പഠിച്ചു. അപ്പോഴൊക്കെ മാക്സിമം എല്ലാ പ്രോഗ്രാംസിനും ട്രാവൽ ചെയ്ത് വന്ന് ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ അന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ തലേ ദിവസം എനിക്ക് വീഡിയോ അയച്ചു തരും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ഇവിടെ വന്ന് കളിക്കും. പിറ്റേ ദിവസം രാവിലെ മേക്കപ്പ് ചെയ്യുമ്പം പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഓരോ സ്റ്റേജിലും പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഞാൻ മാക്സിമം ഒരു വർഷം പോലും മുടങ്ങാതെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ വർഷം എനിക്ക് കളിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഭയങ്കരമായിട്ട് അതിൽ മിസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസിലുപരി കുറേ കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ എൻ്റെ PG ചെയ്ത ടൈമിലും ഞാൻ അവിടെ കോമ്പീറ്റ് ചെയ്തു, പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും കോമ്പറ്റീഷൻ ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്കുള്ള കോൺഫിഡൻസ് എനിക്ക് ചേച്ചി തന്നിട്ടുണ്ട്. ഞാനിപ്പം ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ ആണെങ്കിലും ഇപ്പോഴും ഞാൻ ചേച്ചിയുടെ ഒരു ശിഷ്യയായിട്ട് തന്നെയാണ് ഞാൻ എന്നെ സ്വന്തമായിട്ട് കരുതുന്നത്. ഞാൻ ഡാൻസ് പഠിച്ചത് ഒരിക്കലും ഞാൻ എവിടെയും ഞാൻ ഡാൻസ് പഠിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെ. ഞാൻ ഇപ്പോഴും ചേച്ചിയുടെ ശിഷ്യ തന്നെയാണ്. ഞാൻ ചേച്ചിയുടെ കീഴിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണുമ്പോഴും ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ തിരിച്ചു വന്ന് ചേച്ചിയുടെ സ്റ്റുഡൻ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം. കൺഗ്രാറ്റുലേഷൻസ് അമ്പിളി ചേച്ചി ആൻഡ് അഞ്ജലി ചേച്ചി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ 25 ഇയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു 25 ഇയേഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഹാർഡ് വർക്ക്, അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ഒരു വേൾഡാണ് നമ്മുടെ നൃത്തോദയ ഡാൻസ് സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അവിടെ പഠിച്ചതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ ഒരു ഡാൻസ് സ്കൂള്, ഒരു കമ്പനി ഇവിടെ തുടങ്ങാനും ഒക്കെ. കാരണം അമ്പിളി ചേച്ചിയുടെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ അടവുകൾ എത്രത്തോളം നമ്മൾ വൃത്തിയായിട്ട് കളിക്കണം. കാരണം അമ്പിളി ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിക്ക് ഓരോ സ്റ്റെപ്സും നമ്മളെ പഠിപ്പിക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് മാത്രമാണ്, ഇവർ രണ്ടുപേരും മാത്രമല്ല, എനിക്ക് അപ്പൂപ്പനും അമ്മുമ്മയും. എനിക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാലിലൊക്കെ ഇഞ്ചുറിയൊക്കെ പറ്റുന്ന സമയത്ത് അപ്പൂപ്പൻ എന്നെ എടുത്തുകൊണ്ട് ഒക്കെ പോയ അവസ്ഥകളുണ്ട് ഈ ഡാൻസ് പഠിക്കാൻ. എന്നിട്ടും അവർ ലൈക്ക് നമ്മുടെ അച്ഛനും അമ്മയും തരുന്നൊരു സപ്പോർട്ട് പോലെ തന്നെയാണ് അപ്പൂപ്പനും അമ്മയും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഓരോ മത്സരത്തിനും നമ്മുടെ അച്ഛനും അമ്മയും എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടോ അതുപോലെ ഒരു പ്രാവശ്യം അമ്മൂമ്മ എൻ്റെ കലോത്സവത്തിന് വന്ന് അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ അമ്മൂമ്മ ഇരുന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്പിളി ചേച്ചിയുടെ അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മൂമ്മ ഞാൻ ഡാൻസ് കളിച്ച് തീരുന്നിടം വരെ അമ്മൂമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറ്റല്ലേ എൻ്റെ. പിന്നെ കളിച്ചു കഴിഞ്ഞ് വന്ന് ഫസ്റ്റോ സെക്കൻഡോ ഒന്നും അല്ല, എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ എനിക്ക് കളിക്കാൻ പറ്റിയല്ലോ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നും. എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഈ 25 ഇയേഴ്സിൽ എനിക്കും വരണമെന്നും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ ആയിപ്പോയി. പക്ഷെ എപ്പോൾ ഇവിടെ വന്നാലും അവിടെ വരും. എനിക്ക് എന്താ പറയുന്നത്, അവിടെ ഒരു ഇമോഷനാണ് എപ്പോഴും നൃത്യോദയ ഡാൻസ് സ്കൂൾ. കാരണം എനിക്കുണ്ടായിട്ടുള്ള ഫ്രണ്ട്സും അമ്പിളി ചേച്ചി അഞ്ജലി ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴും ആ ഒരു ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷനായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. ചേച്ചി അമ്പിളി ചേച്ചിയോടും അഞ്ജലി ചേച്ചിയോടും എനിക്ക് ഒരുപാട്
ഒരുപാട് താങ്ക് യു. എനിക്ക് നിങ്ങൾ തന്ന കോർ വാല്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോഴും എൻ്റെ ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ആൻഡ് ഐ ലവ് യു സോ മച്ച്. ആൻഡ് ഇവിടെയുള്ള കുട്ടികളോട് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ചെയ്ത ഏറ്റവും നല്ല ഡിസിഷനിലൊന്നായിരിക്കും. കാരണം നൃത്യോദയയിൽ അമ്പിളി ചേച്ചിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടവൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നമസ്കാരം, എൻ്റെ പേര് പൊന്നു. ഞാൻ നൃത്യോദയയിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൃത്യോദയയുടെ 25ാമത് വാർഷികമാണ്. സത്യത്തിൽ ഞാനിന്ന് അവിടെ ഉണ്ടാവേണ്ടതാണ്, ഇതിൻ്റെ ഒരു പാട്ടാവേണ്ടുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ US-ലാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വന്നേക്കായിരുന്നു. എൻ്റെയും ചേച്ചിയുടെയും വീട് അടുത്തായതുകൊണ്ട് തന്നെ എന്നെ ഒരു 3-3.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ കൊണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാനവിടെ ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങി ഓടിയ ഒരാളാണ്, കരഞ്ഞിട്ട്. പിന്നെ ആ വഴിക്കൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എന്നെ പിന്നെയും കൊണ്ട് ചേർത്ത് അങ്ങനെ ഇപ്പം ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. ഇപ്പോഴും ഏതെങ്കിലും പുതിയ പിള്ളേർ വന്ന് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പോകുമ്പോൾ എപ്പോഴും ചേച്ചി ഇങ്ങനെ പറയും, പൊന്നുവിനെ പോലായിരുന്നു, പൊന്നു പണ്ട് ഇങ്ങനെയായിരുന്നു, ദക്ഷിണ തന്നിട്ട് പോയതാണ്, അപ്പോൾ അങ്ങനെ നിന്ന ഒരാളാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചി ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുന്നതായിട്ട്. ഞാൻ ഡാൻസ് ക്ലാസ്സിൻ്റെ എല്ലാ സ്റ്റേജസും കണ്ട ഒരാളാണ്. ഞാൻ ആദ്യം ചേർന്നപ്പോൾ ഡാൻസ് ക്ലാസ് അവിടുത്തെ കാർ പോർച്ചിലായിരുന്നു, അവിടെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ വെളിയിലേക്ക് വന്നു. പിന്നെ വീടിൻ്റെ എല്ലാ സൈഡിലും ഉണ്ടായിരുന്നു ക്ലാസ്സസ്. പിന്നെയാണ് ഇപ്പം കാണുന്ന ഈ വലിയ ക്ലാസ് ഉണ്ടായതും. അതിൻ്റെ ഉദ്ഘാടനത്തിന് അതവിടെ SGK ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലും എനിക്ക് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു, എന്നാണ് ഇനി ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്യുക, ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ ഒരുമിച്ച് എന്നാൽ കളിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമൊക്കെ പ്രോഗ്രാംസിന് പോകുമ്പം ഞാൻ ജൂനിയർ ആയിരുന്നു. അപ്പോൾ എൻ്റെ സീനിയർ ചേച്ചിമാരുടെയൊക്കെ കൂടെ ആയിരുന്നു ചെയ്തത്. അപ്പോഴും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും, ചേച്ചിമാരെ പോലെ ഇനി എന്നാണ് കളിക്കാൻ പറ്റുക എന്നൊക്കെ. അങ്ങനെ ഇരുന്ന് എന്തായാലും അത് സംഭവിച്ചു. തൃപ്രയാർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇതെനക്ക് ആദ്യമായിട്ട് ചേച്ചിയുടെ കൂടെ കളിക്കാൻ പറ്റിയത്. അന്ന് ഭയങ്കര സന്തോഷവും ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാച്ചിലെ എല്ലാവരും, എനിക്ക് തോന്നുന്നു അന്നായിരുന്നെന്ന് തോന്നുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ടൈം ചേച്ചിയുടെ കൂടെ കളിക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ചേച്ചിയുടെ കൂടെ കളിക്കുകയാണ്, അപ്പം നല്ലപോലെ കളിക്കണം അങ്ങനെയൊക്കെ. അങ്ങനെ ഒത്തിരി അത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തു. അപ്പോൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ പോലും ചെയ്തിട്ടാണ് വന്നത്. അപ്പം ഇടയ്ക്കൊക്കെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സൊക്കെ വരുമായിരുന്നു. പക്ഷെ എന്നാലും കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെയാണ് വരിക. ഇപ്പോഴും പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പം വീണ്ടും പ്രോഗ്രാംസ് ചെയ്യണം എന്നുണ്ട്. അപ്പം ചേച്ചി ഇങ്ങനെ 25 വർഷമായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വലിയൊരു ജേണി ആയിരുന്നു അത് ചേച്ചിക്കും എല്ലാവർക്കും. അപ്പം ഈ അവസരത്തിൽ ഞാൻ ചേച്ചിക്കും നൃത്യോദയയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ അമൽ രാജ്ദേവ്. പ്രിയ സുഹൃത്ത് അമ്പിളി ദേവിയുടെ നൃത്തോദയ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് രജത ജൂബിലി ആഘോഷം നടക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച രജത ജൂബിലി ആഘോഷം നടത്തുന്ന നൃത്തോദയ സ്കൂളിനും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അമ്പിളി ദേവിക്കും എൻ്റെ ഏറ്റവും സ്നേഹവും സന്തോഷവും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ പരിപാടി ഒരു ഗംഭീര വിജയമായി തീരട്ടെ. വിഷ് യു ഓൾ ദി വെരി സക്സസ്. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. നമസ്കാരം, ഞാൻ ബിമൽ ജോയിയാണ്. ശ്രീമതി അമ്പിളി ദേവിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ഇപ്പോൾ 25 വർഷം പൂർത്തിയാവുകയാണ്. അതിൻ്റെ രജത ജൂബിലി ആഘോഷം ഈ വരുന്ന സെപ്റ്റംബർ 13
ചവറയിലെ ബേബി ജോൺ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു രജത ജൂബിലിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം നൃത്യോദയ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.